ഈ വാമൊഴി വഴക്കങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടു. ഈ കൈകൾ ശുദ്ധമാണ്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. സത്യത്തിൽ ഇന്ന് കോടതി വിധി വന്നതോടുകൂടി പിണറായി വിജയനും കുടുംബവും അറബിക്കടലിലെ ഉപ്പ് വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ അന്വേഷണത്തെ വഴിമുട്ടിക്കാൻ വേണ്ടി SFIO എന്ന് പറയുന്നതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുതാര്യവും സത്യസന്ധവുമായിട്ട് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ് SFIO. അങ്ങനെ പൊതുവെ നമ്മൾ EDയും CBIയും ഒക്കെയാണ് പൊതുവെ നമ്മൾ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം കേട്ടിട്ടുള്ളത്. ഈ കേരളത്തിൽ തന്നെ SFIO എന്നുള്ള പേര് പലരും കേട്ടു തുടങ്ങിയത് ഈ വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് SFIO അന്വേഷിക്കുന്ന ഒരു കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് നിഴലിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും അവരുടെ കുടുംബവുമാണ്. കാരണം ഈ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയൊരു തീവെട്ടി കൊള്ളയുണ്ട്. CMRL എന്ന് പറയുന്ന ഒരു കമ്പനിയും അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ വ്യവസായ വകുപ്പും അതിന് കൂട്ടുപിടിക്കുന്ന ഒരു കുടുംബവും ചേർന്ന് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട 135 കോടി, രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ലഭിക്കേണ്ട 135 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ CMRL എന്ന് പറയുന്ന സ്രാവിലേക്ക് നീങ്ങുന്ന സമയത്ത് സ്രാവിനേക്കാൾ വലിയ തിമിംഗലങ്ങളാണ് ഈ കേരളത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഈ ഒരു കേസ് സ്വാഭാവികമായിട്ട് ഒരു 1.72 ലക്ഷത്തിന്റെ ഒരു സാധാരണ കേസായിട്ട് മാത്രം ഇത് കാണാൻ സാധിക്കില്ല. ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്ര വേവലാതിയോട് കൂടിയിട്ടും ഇത്തരം പരിഭ്രാന്തിയോട് കൂടിയിട്ടും സത്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പുത്രഭാരത്താൽ അന്ധരായിട്ടുള്ള രാഷ്ട്രീയക്കാരൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ പുത്രി സ്നേഹത്താൽ മാനസിക നില തെറ്റുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ കാണുന്നത്. നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള നാടകമൊക്കെ നമ്മൾ കേട്ടു. ആ നാടകത്തിൽ അദ്ദേഹം പറഞ്ഞു, പെൻഷൻ, എൻ്റെ ഭാര്യയുടെ പെൻഷൻ, വളരെ ഗദ്ഗത കണ്ടനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് എൻ്റെ മക്കൾ ഇവിടെ ബിസിനസ് നടത്തുന്നത്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല, ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് ഒക്കെ ബിസിനസ് നടത്തിക്കോട്ടെ. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കേരളത്തിന്റെ പരിസ്ഥിതി ചൂഷണം ചെയ്യുന്ന KMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തതിന്റെ പ്രതിഫലം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും കൈപ്പറ്റുന്ന സമയത്ത് അതിനെതിരെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്ന സമയത്ത് അന്വേഷണമേ വേണ്ട എന്ന രീതിയിലേക്ക് പോകുന്ന പിണറായി വിജയനും മകളും, ആ മകളും പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെയാണ് സത്യത്തിൽ. ഞങ്ങൾക്ക് പൊതുവെ ഇവർക്കൊരു ധാരണയുണ്ടല്ലോ, ഞങ്ങൾക്ക് പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഫ്രോഡുകൾ പിടിക്കാനാണല്ലോ ഈ നമ്മുടെ SFIO വന്നിട്ടുള്ളത്. ഈ ഫ്രോഡുകൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, ചെറിയ ചെറിയ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട് അവരിങ്ങനെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ലാവലിൽ കണ്ടു, ലാവലിനകത്ത് ഇവർ കൃത്യമായി പിടിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കോടതിയിൽ കിടക്കുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം കരിനീഴലായിരുന്നു. അതിനകത്തും ഇവർ അങ്ങനെ ശിവശങ്കരനെ നമുക്കറിയാം ജയിലിനകത്തേക്കാക്കി ഈ കുടുംബം രക്ഷപ്പെട്ടു. ഇപ്പം AI ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനം ഈ പറയുന്ന കർത്തയുടെ പണം മേടിച്ച കാര്യത്തിൽ അന്വേഷിക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയമായതുകൊണ്ട് തന്നെ പിണറായി വിജയനും മക്കളും സത്യത്തിൽ വലിയ പരിഭ്രാന്തിയിലാണ്. പരിഭ്രാന്തിക്ക് വാറൊന്നുമില്ല. ഇന്ന് 46 പേജ് കോടതി പറഞ്ഞ കാര്യങ്ങൾ കോടതി കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവർ ഇതുവരെ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണം എന്ന രീതിയിൽ BJP നടത്തുന്ന ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2021 മുതൽ ഇൻകം ടാക്സും ROCയും അതിനുശേഷം ഇപ്പൊ SFIOയും ഈ വീണ വിജയന്റെ പിറകിലുണ്ട്. കാരണം എന്താ, നമുക്കറിയാം, മോഡി പറഞ്ഞിരുന്നു സ്വച്ഛ് ഭാരത്. ആ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞ സാധാരണ ഒരു മേഖലയെ മാത്രം ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഇത്തരത്തിലുള്ള കുറ്റവാളികൾ, കടലാസ് സംഘടനകൾ ഒക്കെ നമുക്കറിയാം, ഈ ഓഹരി കുംഭകോണം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാ കാലഘട്ടത്തിലും ഫേക്കായിട്ടുള്ള കടലാസ് ഏജൻസികൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന അഴിമതിയുണ്ട്. അത് പൊതു കമ്പനികളിൽ നിന്ന് എപ്പോഴും ഇതിന് ഇടനിലക്കാരായി ദല്ലാളന്മാർ വർത്തിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകളായിരിക്കും. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാരുടെ ദല്ലാളന്മാർ, അല്ലെങ്കിൽ മന്ത്രിപുത്രന്മാർ, അല്ലെങ്കിൽ മന്ത്രിപുത്രിമാർ. ഇതൊരു ട്രഡീഷണൽ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ ഒക്കെ കൃത്യമായിട്ട് കണ്ടെത്തിക്കൊണ്ട് ഏതൊക്കെ മേഖലയിലാണ് അഴിമതി നടക്കുക, ആ അഴിമതി നടക്കുന്ന മേഖലകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് പദ്ധതികളുണ്ട്, ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മേഖലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അഴിമതികൾ നടക്കുന്നത്. അതുകൊണ്ടാണ് SFIO എന്ന് പറയുന്ന സത്യത്തിൽ നോക്കൂ, ഇന്ത്യയിൽ തന്നെ ഇത്രയും സുതാര്യമായിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി ആയി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി വേറെ ഇല്ല. കാരണം അതിനകത്ത് IAS കാരനുണ്ട്, IRS കാരനുണ്ട്, ICLS കാരനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവരിപ്പോ ഈ ഫേക്ക് ഇപ്പോൾ ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യഘട്ടത്തിൽ കേട്ടിട്ടുള്ള ഒരു വാദമുണ്ടല്ലോ, വീണ വിജയൻ സേവനം നൽകിയിട്ടുണ്ട്. എന്ത് സേവനമാണ് നൽകിയെന്ന് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ള ചില കൃത്യമല്ലാത്ത ചില വാദങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 1,72,072 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടച്ചു എന്ന് പറയുന്നു. ടാക്സ് അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫേക്ക് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള
വൗച്ചറുകളോ ഡിജിറ്റൽ തെളിവുകളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും SFI അതിനെ പോലും കൃത്യമായി കണ്ടെത്താനുള്ള സംവിധാനം SFIക്ക് ഉണ്ട്. ഫോറൻസിക് ആയിട്ടുള്ള കൃത്രിമമായി നിർമ്മിക്കുന്ന ഡിജിറ്റൽ തെളിവുകളെ ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രത്യേക സംഘം തന്നെ SFIയിലുണ്ട്. ഈ ഒരു ഭയപ്പാട് പിണറായി വിജയന് മനസ്സിലായി, വീണ വിജയന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണത്തെ തന്നെ തടയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ വീണ വിജയൻ നടക്കുന്നത്. ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം പറയുകയാണ് അത് അന്വേഷിക്കുന്ന ആ അന്വേഷണത്തിന് ഞാനൊരു കൊലപാതകം ചെയ്യുന്നു, കൊലപാതകം ചെയ്ത ശേഷമാണ് ആ കൊലപാതക കുറ്റം നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമീപിക്കുന്ന ഒരു സമീപനം. ആ സമീപനത്തെയാണ് സത്യത്തിൽ കോടതി ഈ 46 പേജിനകത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് വീണ വിജയന് തന്നെ വലിയൊരു കുരുക്കായി മാറിയിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് തിങ്കളാഴ്ച നടന്ന വാദത്തിൽ ഒരു ചെറിയൊരു ആനുകൂല്യം വീണ വിജയന് നൽകിയിരുന്നു. ആ ആനുകൂല്യം എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യരുത്, അത് ചോദിച്ചിരുന്നു. അപ്പൊ അറസ്റ്റ് ചെയ്യില്ല എന്ന് SFIയും പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ജഡ്ജിമെന്റിനകത്ത് ആ പറയുന്ന ഒരു കാര്യം പോലും ഈ ജഡ്ജി പരാമർശിച്ചിട്ടില്ല. അപ്പൊ SFIയുടെ അന്വേഷണത്തെ സുതാര്യമായിട്ട് അന്വേഷിക്കാനും ഇപ്പോൾ പിണറായി വിജയനും വീണ വിജയനും ചെയ്യേണ്ട ഒരു കാര്യം SFI ചോദിക്കുന്ന തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് ഈ കോടതിയുടെ SFIയുടെ സമക്ഷത്തിൽ ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനവർ ഭയക്കേണ്ട കാര്യം? ഈ കാര്യങ്ങളെ കൃത്യമായി ഹാജരാക്കിക്കൊണ്ട് വീണ വിജയന് ഇനി സുപ്രീം കോടതി എന്നല്ല ഏത് തലത്തിൽ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന അഴിമതിയുടെ കരാള ഹസ്തങ്ങൾ, ആ അഴിമതിയുടെ കൈകളിൽ ഒരു സംശയം വേണ്ട ശുദ്ധമല്ലാത്ത കൈകളാണ്. വീണ വിജയന് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ ജയിലറയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല.